പറയുന്നത് നമ്മുടെ കുട്ടികളെ എപ്പോഴും ഹെൽത്തി ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ബ്രീഡിങ് കേജ്, അതായത് ഇപ്പോൾ ഞാനിവിടെ രണ്ടായിട്ടാണ് കൂടി ചെയ്യുന്നത്. ഈ രണ്ടായിട്ട് കൂടി ചെയ്യുന്നതിൻ്റെ കാരണം സിംഗിളായിട്ട് കിടക്കുന്ന സാധനങ്ങളെല്ലാം അതിനകത്ത് ഇപ്പുറത്ത് ബ്രീഡിങ് ഐറ്റംസ് മാത്രമേ. ഇതിനകത്ത് ഞാൻ സിംഗിളിനെ അങ്ങനെ ഇടാറില്ല. അതിന് കാരണമുണ്ട്. കാരണം ഈ മുട്ട വെച്ചിരിക്കുന്ന പ്രാവുകളൊക്കെ അത് ശല്യം ചെയ്യും, ചിലപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ അത് തൊട്ട് ചെയ്യും. ആ ഒരു ടെൻഡൻസി ബ്രീഡിങ് മാത്രമാകുമ്പോൾ അവരുടെ കാര്യം നോക്കി ബ്രീഡിങ് നമ്മൾ ഈ കോളനി കേജ് ആയതുകൊണ്ട് ബ്രീഡിങ്ങിന് അങ്ങനെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സിംഗിളായിട്ടുള്ള എല്ലാത്തിനെയും അപ്പുറത്താണ് ഇട്ടിരിക്കുന്നത്. പേരായിട്ട് ഒന്നോ രണ്ടോ എണ്ണം ഇതിനകത്ത് കിടപ്പുള്ളത് അതിപ്പോൾ പേര് പൊട്ടിച്ചിട്ടേക്കാണ്. അപ്പോൾ അതിൻ്റെ പേരപ്പുറത്ത് കിടക്കുകയാണ്. അതുകൊണ്ട് ഇതിനകത്ത് പേരുകൾ മാത്രമേ ഇടാറുള്ളൂ. അപ്പോൾ അങ്ങനെ ഒന്ന് അതാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ എപ്പോഴും ബ്രീഡിങ്ങിന് ഇടുന്ന കേജിൽ എപ്പോഴും തീറ്റയും വെള്ളവും ഉണ്ടായിരിക്കണം. മറ്റേ ഞാൻ ആ സിംഗിളായിട്ട് എടുക്കുന്ന ഫുഡിൽ രാത്രിയോ രാവിലെയോ അങ്ങനെ മാത്രമേ സപ്ലിമെൻ്ററി ഫുഡുകളെ കൊടുക്കാറുള്ളൂ. അപ്പോൾ ഈ ബ്രീഡിങ് കേജിനകത്ത് എപ്പോഴും നിങ്ങളുടെ ഫുഡും വെള്ളവും ഉണ്ടാവണം. കാര്യം അവരുടെ ഇഷ്ടത്തിനാണ് അവർ ഫുഡ് കൊണ്ടുവന്നിട്ട് കുഞ്ഞുങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ അവർ കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഫുഡില്ല എന്നുണ്ടെങ്കിൽ അവർ ഒരു നേരം മുടങ്ങും. ഒരു നേരം മുടങ്ങി കഴിയുമ്പോൾ മറ്റേ ഫുഡിൻ്റെ കുക്കറ ചെറുതായിട്ട് തുടങ്ങും. അപ്പോൾ ഇതാകുമ്പോൾ എപ്പോഴും ഫുഡ് ഇരിക്കുമ്പോഴേ അവർക്ക് നല്ല ഗ്രോത്തും ഉണ്ടാവും. ഞാനിപ്പോൾ ഒരു കുറച്ച് കുട്ടികളെ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഇപ്പോൾ നമുക്കിപ്പോൾ ഇറങ്ങാറായ കുട്ടികളാണ്. കുട്ടികളെന്ന് പറഞ്ഞാൽ ഏകദേശം നല്ല സൈസിലാണ് കുട്ടികൾ ഇറങ്ങുന്നത്. കാരണം ഇതിൻ്റെ പേരൻസിന് നമ്മളെപ്പോഴും ഫുഡും വെള്ളം കൊടുക്കും. അതിനൊക്കെ തന്നെ പ്രോപ്പറായിട്ട് വിരയ്ക്കുന്ന മരുന്ന് കൊടുക്കും. അതിനൊക്കെ കാൽസ്യത്തിൻ്റെത് വിറ്റാമിൻസ് അങ്ങനെയുള്ളതൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ കൂടിനകത്ത് എപ്പോഴും ചെയ്യും. മറ്റുള്ള കൂട് നമ്മൾ പുറത്തായിട്ടിരിക്കുന്നുണ്ട്. അവരുടെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പരുവത്തിന് വേണ്ടി ചുറ്റിക്കുന്നതുകൊണ്ടാണ് നമുക്ക് അതിൽ തീറ്റ കുറയ്ക്കുന്നതും കമ്പും കൂരമ്പും ഉരവും മാത്രമാണ് നമ്മൾ അതിൽ കൊടുക്കുന്നത്. ചിലപ്പോഴും ഗോതമ്പ് ഇട്ട് കൊടുക്കും. ഇത് രണ്ടും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലെങ്കിൽ മാത്രം ഗോതമ്പ് ഇട്ട് കൊടുക്കും. ബാക്കി ഒന്നും ഇടാറില്ല. കണ്ടില്ലേ, കുട്ടികളെ കണ്ടില്ലേ, നമ്മളെ ഇപ്പോൾ ഇത് ഇറങ്ങാറായി. ഇനിയിപ്പോൾ ഈ ഒരാഴ്ച തന്നെ ഇത് പുറത്തിറങ്ങും. അപ്പോൾ ഇതിനാണ് കുറച്ച് കുട്ടികളുണ്ട്. കുറച്ചല്ല, ഇപ്പോൾ ഇതിൽ എല്ലാ കുട്ടികളെയും ഞാൻ കാണിച്ചത് എല്ലാം ഒന്നിനും ഒരേപോലെ സൈസുകളായി. അതിൻ്റെ തന്നെ രണ്ടാമത്തെ കുട്ടിയാണ്. അപ്പോൾ ഈ കുട്ടിയും അതാ ഏകദേശം ഒരേ സെയിം സൈസിൽ തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. കുട്ടികളെല്ലാം ഇതേപോലെ തന്നെ നമുക്ക് തന്നെ ക്വാളിറ്റി തന്നെ ഇറങ്ങി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുട്ടീൻ്റെ കേസ് മെയിനായിട്ട് തന്നെ ചെയ്യണം. കഴിഞ്ഞ തവണ നമ്മൾ ആ കുട്ടി അകത്തിരുന്ന് വിരിഞ്ഞ് മുട്ടയ്ക്കകത്തിരുന്ന് നമ്മൾ റെഡിയാക്കി വെച്ച് കൊടുത്താൽ ഇപ്പം തീറ്റയെ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഇപ്പം ഞാൻ അതിനോടെ കാണിച്ചു തരാം. ഓക്കെ, അത് പോരാത്തതിന് നമ്മളെ വേറൊരു കുട്ടിയെ കാണിച്ചു തരാം. അതും ഇതാണെങ്കിൽ തന്നെയാണ്. നമ്മൾ എപ്പോഴും തീറ്റകൾ കറക്റ്റായിട്ട് ഉള്ളതുകൊണ്ട് അവർ എപ്പോഴും ഫില്ലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഫുഡൊക്കെ എപ്പോഴും ഫില്ലായിരിക്കും. പിന്നെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് അവർ തീറ്റ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഇതിനൊക്കെ ഇപ്പോൾ ഇതിന് വലുതായിട്ട് കാണുന്നില്ല. പിന്നെ കുട്ടിയൊക്കെ ആകുമ്പോൾ ബോക്സ് വരും. ബോക്സിനാണ് ഇപ്പോൾ എല്ലാവരും കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ബോക്സിനെ സംബന്ധിച്ചിട്ട് നിങ്ങൾ കുട്ടിയൊക്കെ മെയിനായിട്ട് പെട്ടെന്ന് വരും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ വലിയ ട്രീറ്റ്മെൻ്റ് ഒന്നും കൊടുക്കണ്ട. ഞാൻ പറയുന്നത് നിങ്ങൾ ഈ കുട്ടികൾക്ക് ബോക്സ് വരുന്നതിനെ അങ്ങ് വിടുക അവർക്ക്. പിന്നെ ഇതിന് ബാക്ക് സൈഡിൽ, അതായത് ഇവിടെ ബാക്ക് സൈഡിലായിട്ട് വരുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ജസ്റ്റ്, അതായത് മോഷൻ പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് ജസ്റ്റ് ഇത് ചെയ്ത് കൊടുക്കുക. അത് പൊട്ടിച്ചിട്ട് ശകലം മരുന്നിട്ട് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ യാതൊരു മരുന്നും ചെയ്യേണ്ട. അത് കുറച്ച് നേരം കഴിയുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് വഴുക്കതൊന്ന് പൊട്ടിപ്പൊക്കോളും. ഇവിടെ എനിക്ക് മിക്ക പ്രാവുകൾക്കും വന്നിട്ടുള്ളതാണ്, കുഞ്ഞുങ്ങൾക്ക് വന്നിട്ടുള്ളതാണ്. അവർക്ക് മാറിയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് അതിനകത്ത് കിടക്കുന്നത്. വേറെ ഒരു കുഴപ്പവും അതിനില്ലേ. ഈ പേരൻസിൻ്റെ കേസ് പറഞ്ഞു. പേരൻസിനെ ഞാൻ കാണിച്ചില്ല. അതാ എന്നിട്ട് നാട്ടില്ലേ നമ്മുടെ പേരൻസ് എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ടുള്ള ബേഡായിരിക്കും. ഇതുപോലും ഒരു പ്രശ്നം പോലും ഉണ്ടാവില്ല. അതിൽ വെയിറ്റും ഉണ്ടാവും. അപ്പോൾ ഇതിനൊന്നും നമ്മൾ അങ്ങനെ അധികം കുഞ്ഞുങ്ങൾ എടുക്കുന്നതല്ല. ഒരു 2 മാസം ചിലപ്പോൾ 3 മാസമോ ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ഇതെടുക്കുന്നത്, അത് കുഞ്ഞുങ്ങൾ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ ഈ ബാച്ചിൽ നമ്മളൊരു സെറ്റുകൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത വേറൊരു ബാച്ച് തന്നെ കയറ്റിയിട്ടാണ് അടുത്ത സെറ്റ് ഇടുന്നത്. അപ്പോൾ അവർ ഇത്രയും ദിവസം റെസ്റ്റാണ്. അവർ ഏകദേശം എനിക്ക് തോന്നുന്നു ഇവരുടെ ആ കുഞ്ഞുങ്ങൾ ഇറങ്ങുന്ന 2 മാസം, അതായത് 1 മാസം മുട്ടയ്ക്കടയിരിക്കുന്ന 1 മാസം കൊണ്ട് കുഞ്ഞിറങ്ങുന്നത്. ഇത്രയും ദിവസം അവർ റെസ്റ്റാണ്. ആ റെസ്റ്റ് കഴിയുമ്പോൾ ഇവരങ്ങോട്ടേക്ക് കുറച്ച് മാറും. കുറച്ചെണ്ണം, അതായത് ഓടി പൊട്ടിക്കുന്നത് അങ്ങോട്ടേക്ക് ഇടും. അതിൽ നിന്ന് നല്ല പേരുകളെടുത്ത് തിരിച്ച് കയറ്റും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായിരുന്നാലും നമ്മുടെ വേറെ 2-3 കുട്ടികളെ കാണിച്ചത്. അപ്പോൾ അതുമാത്രമല്ല, നമ്മുടെ അന്നത്തെ കുട്ടി, അതായത് നമ്മൾ മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുത്ത കുട്ടിയൊന്ന് കാണിച്ചതാണ്.
ഇതാണ് നമ്മളന്ന് മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുത്ത കുട്ടി. ഇപ്പോൾ ഏകദേശം കണ്ണൊക്കെ തുറന്നു, നല്ല ഉഷാറ് കുട്ടിയായിട്ടുണ്ട്. അപ്പോൾ തീറ്റയൊക്കെ കുഴപ്പമില്ല, അല്ല തീറ്റയൊക്കെ കറക്റ്റായി കൊടുക്കുന്നുണ്ട്, അത് കുഴപ്പമില്ല. മറ്റ് ഇതിൻ്റെ കൂടെയുള്ള കുട്ടി ശക്കലം കൂടെ വലിപ്പം വന്നിട്ടുണ്ട്, കാരണം ഇത് 2 ദിവസം ലേറ്റായിപ്പോയി. അത് കറക്റ്റായിട്ട് വിരിഞ്ഞതുകൊണ്ട് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്, എങ്കിലും തിരക്കേടില്ല, അത്യാവശ്യം പ്രശ്നമൊന്നും ഇല്ലാതെ ഇരിക്കുന്നുണ്ട്. ഇത് നമുക്ക് വേറൊരു സെറ്റ് ഇറങ്ങിയ കുട്ടിയാണ്, അതായത് വാലിക്കറുപ്പിലിറങ്ങിയ കുട്ടിയാണ്. അപ്പം അവർക്ക് ഈ വാലും ചിറകിൻ്റെ എൻഡിലും ബ്ലാക്ക് വന്നിട്ടുണ്ട്. ഇതൊരു നല്ല കുട്ടിയാണ്, സൈസുണ്ട്, തിരക്കേടില്ല. ഇവരും ഏകദേശം ഒരു 1-2 ആഴ്ച മാക്സിമം അതിനുള്ളിൽ അവരും ഇറങ്ങും. അപ്പോൾ ഇവരെയൊക്കെ ചെറുതിനെ തന്നെ ട്രെയിൻ ചെയ്യണം. നേരത്തെ സമയം കിട്ടാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇവരെയൊക്കെ ഒന്ന് ട്രൈ ചെയ്തെടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും നോക്കട്ടെ, എല്ലാം ശരിയാവും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പ്രാവിനെക്കുറിച്ച് എന്തെങ്കിലും, പ്രാവ്, പട്ടി, കോഴി, അങ്ങനെയുള്ള ഐറ്റംസ്, പെറ്റ്സിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും മെഡിസിൻസ് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യുക, നമ്മളെക്കൊണ്ട് പറ്റുന്നത്. കാര്യം ഞാൻ ഒരു കാര്യം ചെയ്യാറെന്ന് പറഞ്ഞാൽ ഒരുപാട് മെഡിസിൻസ് ഒന്നും മാറ്റിവിടെ വെച്ചിട്ടൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ, അതായത് ഇന്ന അസുഖത്തിന് വേണ്ട മെയിനായിട്ട് വരുന്ന അസുഖങ്ങളുണ്ട്. പോക്സ്, കഫക്കെട്ട്, കഫക്കെട്ട് വന്നിട്ടാണ് ക്യാങ്കർ വരുന്നത്. ഇപ്പോൾ നിങ്ങളടുത്ത് പറയാനുള്ളത്, പ്രാവർക്ക് കറക്റ്റായിട്ട് തന്നെ മെഡിസിൻസ് കൊടുക്കുക. ഫുഡ് പൊടി അധികം കലർന്ന്, അതായത് ഗോതമ്പ് തന്നെ വാങ്ങിക്കൊണ്ട് വന്നിരുന്നാൽ തന്നെ ജസ്റ്റ് ഒന്ന് നമ്മൾ വെയിലത്തൊക്കെ ഇട്ട് ഉണക്കി അതിനെ പൊടിയൊക്കെ ഇതാക്കി റെഡിയാക്കി കഴുകി കളയുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് വേണം നമ്മൾ കൊടുക്കാൻ. പിന്നെ മിക്സഡ് ഫുഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ കുഴപ്പങ്ങളില്ല, കൊടുക്കാം, ഒരു തിരക്കേടില്ലാതെ കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഗ്രിറ്റും ഇല ഐറ്റംസും കൂടെയൊക്കെ ഒന്ന് പ്രാവ് കൊടുക്കാൻ ശ്രമിക്കുക, എങ്കിൽ മാത്രമേ കുട്ടികൾക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതാണെങ്കിൽ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിലും വീഡിയോയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിലും എന്നെ ഒന്ന് മെസ്സേജ് ഇടുക. അപ്പോൾ അതനുസരിച്ചിട്ട് കുറേയൊക്കെ ചേഞ്ചസ് വരുത്തുക. നമ്മളിതിപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവണം എന്നുള്ള രീതിയിൽ മാത്രമാണ് ചെയ്യുന്നത്, അല്ലാണ്ട് നമുക്കിതിൽ വീഡിയോ ക്വാളിറ്റി ഒന്നും നോക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിലും ഒന്ന് മെസ്സേജായിട്ട് അറിയിച്ചു കഴിഞ്ഞാൽ എനിക്കത് വീണ്ടും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായിരുന്നാലും അങ്ങനെയൊക്കെ ഒന്ന് റിപ്ലൈ ചെയ്യാം. ഓക്കെ, പിന്നെ ഇനി എന്തെങ്കിലും മരുന്നുകളോ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതും എനിക്ക് ഇടുക. ഓക്കെ, അപ്പോൾ എന്തായിരുന്നാലും അടുത്ത വീഡിയോയിൽ എന്താണ് വേണ്ടതെന്ന് വെച്ചിട്ട് ഇടാം.